Hello dear student, welcome back to EduValley 2.0. നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. +2 റിസൾട്ട് 2024. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളെല്ലാവരും റിസൾട്ട് അറിഞ്ഞിരിക്കുകയാണെന്നറിയാം. ആ റിസൾട്ടിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് പാരൻസിന്. കാരണം പാരൻസ് എല്ലാവരും 10th റിസൾട്ടാണ് മെയിനായിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് ജസ്റ്റ് 10 സബ്ജക്റ്റ് A+ ആണോ നോക്കിയാൽ അത്രേ ഉള്ളൂ, ഗ്രേഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ +2 റിസൾട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സി മാർക്ക് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, തിയറി എക്സാമിൻ്റെ റിസൾട്ട് ഉണ്ട്, ദെൻ ഗ്രേഡ് ഉണ്ട്, ടോട്ടൽ മാർക്ക് ഉണ്ട്, +1 മാർക്ക് ഉണ്ട്, +2 മാർക്ക് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് വാലുവേറ്റ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ റിസൾട്ട് മുൻനിർത്തിയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് മുൻനിർത്തിയിട്ട് A+ ആണോ, A ആണോ, പെർസെൻറ്റേജ് എത്രയാണ്, ടോട്ടൽ മാർക്ക് എത്രയാണ്, ഞാൻ +1 പഠിച്ചത്, +2 ഞാൻ കൂടുതൽ പഠിച്ചത്, ഏത് സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് മോശം, എനിക്ക് +1 ഇന്ന സബ്ജക്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതെല്ലാം അറിയാൻ പറ്റാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ സംശയവും, നിങ്ങൾക്കുള്ള റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സംശയവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്സായ കുട്ടികൾക്കും അതുപോലെ തന്നെ A+ കിട്ടിയ കുട്ടികൾക്കെല്ലാം കൺഗ്രാജുലേഷൻസ്. ദെൻ മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സേ എക്സാമും അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ അറിയേണ്ടത് എത്രയിലാണ് നമ്മുടെ എക്സാം എന്നാണ്. അതായത് +2 റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര മാർക്കിനാണ് ഇപ്പോൾ ഈ റിസൾട്ട് വന്നിരിക്കുന്നതെന്നാണ് എല്ലാവരും. ഈ ഒരു മാർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ കാണും. അപ്പോൾ കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റാണ് മിസ് ചെയ്തിരിക്കുന്നത്. +1ലും +2ലും നോക്കി നമുക്ക് ടോട്ടൽ 1200 നമ്മുടെ മാർക്ക്. 6 വിഷയത്തിൽ നിന്നുമായി 1200 മാർക്ക് നമുക്കിപ്പോൾ പരീക്ഷയ്ക്ക് കിട്ടിയതാണ് നമുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ബിസിനസ്, പിന്നെ അക്കൗണ്ടൻസി, AFSകാർ അവർക്കൊക്കെ 100 മാർക്ക് +1ലും +2ലും 100 മാർക്കും കൂടി 200 മാർക്ക് വന്നിട്ടുണ്ടാവാം. അതിൽ 80 മാർക്ക് അവർ തിയറി എഴുതി വാങ്ങും, 20 മാർക്ക് അവരെങ്ങനെ വാങ്ങും, സി മാർക്ക് കിട്ടും. 20ൽ 19 ടീച്ചേഴ്സിനാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് വാല്യുവേഷൻ ആണ് അവിടെ നോക്കുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് +1ലെ 80 എക്സാം നടന്നുണ്ടാവുക, +2ലെ 120 റിസൾട്ട് വരാം. ഈ 120 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ എക്സാം നമുക്ക് 40 ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ കൂടെ നമുക്ക് എന്തും കൂടി ഉണ്ടാവും, നമ്മുടെ 20 മാർക്ക് സി മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ 60 മാർക്ക് അവർ എഴുതിയ പരീക്ഷ. അങ്ങനെയാണ് 120 അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സബ്ജക്റ്റ്, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒരു സബ്ജക്റ്റിൽ 200 ഇപ്പോൾ 200 എല്ലാ എക്സാമും +2ൽ നമുക്ക് റിസൾട്ട് വരെ കണ്ടോ. ഏതും നമുക്ക് കൂട്ടുമ്പോൾ അവസാനം 200. അങ്ങനെ 200ൽ 6 വിഷയങ്ങൾ മാർക്ക് വരിക 1200 നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നാണ്. അത് ആദ്യം മനസ്സിലാക്കാം. 1200 നമ്മുടെ റിസൾട്ട്. ദെൻ നെക്സ്റ്റ്, ഇനി പാസ്സായോ ഫെയിലായോ. ഒരു കുട്ടി പാസ്സാവാന്ന് പറയുമ്പോൾ 30% മാർക്ക് വേണം. 30% മാർക്ക് എന്ന് പറഞ്ഞാൽ 80ലുള്ള പേപ്പർ ആണ് എങ്കിൽ 30% 24 ആണ് വിത്തൗട്ട് സി മാർക്ക് എന്ന് പറഞ്ഞാൽ ആ 20 മാർക്ക് നമ്മളിവിടെ കൂട്ടുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാണ്. ഈ 20 മാർക്ക് ഇവിടെ കൂട്ടാതെ 80ലെ തിയറി എക്സാം നമ്മൾ എഴുതുമല്ലോ. നിങ്ങൾ എക്സാം എഴുതണേൽ 30% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതിൽ പ്രാക്ടിക്കലോ സി മാർക്കോ കൂട്ടുന്നില്ല. സി മാർക്ക് ആഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ജയിക്കില്ല. നിങ്ങൾ തിയറി എക്സാമിൽ ജയിച്ചിരിക്കണം. സി മാർക്കിന്റെ ഗുണം എന്താന്നുള്ളത് ഞാൻ വരുന്ന സമയത്ത് നമുക്ക് പറയും. ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ 30% ആണ്. 80ലാണുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 160 വരിക, ഇവിടെ നമുക്ക് 120 വരിക. അങ്ങനെ ഇതിന്റെ നേരെ ഡബിൾ മാർക്ക് 48, 36. ഈ ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, +1ലും +2ലും കൂടെ നിങ്ങൾക്ക് 48. ഇപ്പൊ +1ൽ 48 കിട്ടിയിട്ടുണ്ട് എങ്കിൽ +2ൽ മാർക്ക് നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിൽ പാസ്സാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, അതാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇനി നിങ്ങളുടെ സംശയമാണ് ഗ്രേഡ്. എങ്ങനെയാണ് ഗ്രേഡ് നോക്കാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രേഡ് എന്ന് പറയുമ്പോൾ A+, A, B+, B, C+, ഇതെങ്ങനെയാണ്. പാസ് ഗ്രേഡ് എത്രയാണ്? പാസ് ഗ്രേഡ് എന്ന് പറയുന്നത് 30% ഓഫ് ഈച്ച് സബ്ജക്റ്റ് D+ ആണ്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റുകളിൽ ഇൻക്ലൂഡ് അല്ല. പ്രാക്ടിക്കൽ എക്സാമിൽ ഇപ്പോൾ ചില സ്റ്റുഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ എക്സാമിന്റെ 40 മാർക്കും വാങ്ങിയിട്ടുണ്ടാവും, സി മാർക്ക് 20 മാർക്ക് അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവും. +1ലും അവർക്കൊരു 10-18 മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ +1ൽ നിങ്ങൾ പാസ്സായി, 20 മാർക്ക് സി മാർക്ക് +2 കിട്ടി, 40 കിട്ടി. +1ൽ ഒരു 20 മാർക്കൊക്കെ കിട്ടി. പക്ഷേ +2ൽ നിങ്ങൾ എഴുതിയ തിയറിയിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ.
മാർക്കിലുള്ളൂ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ +2 നിങ്ങൾ എഴുതിയ 2 മാർക്കാണ്, ഇത് അവിടുത്തെ സി മാർക്കാണ്, ഇത് +1 നിങ്ങളെ മാർക്കാണ്, ഇത് +1 സി മാർക്കാണ്, അതേപോലെ തന്നെ ഇത് +2 സി മാർക്കാണ് കേട്ടോ. ഇത് പ്രാക്ടിക്കൽ എക്സാം ആണ്. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് D+ന്റെ മുകളിൽ ചിലപ്പോൾ C+ഓ സിയോ കിട്ടും. പക്ഷെ നിങ്ങൾ പാസ്സല്ല. കാരണം എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ അതോടെ പാസ്സല്ല? ഇവിടെ ഗ്രേഡ് ചിലപ്പോൾ C+ഓ സിയോ ആയിട്ട് വരാം, D+നേക്കാൾ നല്ല ഹൈ ഗ്രേഡ് ആയിട്ട് ഇവിടെ വരാം ഈ ഒരു മാർക്കിൽ. പക്ഷേ ഇത് പാസ്സല്ല. കാരണം എന്താ, +1 തിയറി എക്സാം 18 മാർക്കാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ +2 തിയറി എക്സാം 2 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടും കൂടി കൂട്ടി 20 മാർക്കാണ് ആ കുട്ടിക്ക് തിയറി എക്സാമിലുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു പാസ്സാവാനേ ഡബിൾ പാസ്, അതായത് +1 +2 കൂടി 36 മാർക്ക് തിയറി എക്സാമിൽ മാർക്ക് വാങ്ങിയാൽ മാത്രമേ ആ കുട്ടി പാസ്സാവുള്ളൂ. പ്രാക്ടിക്കലി എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, സി മാർക്ക് എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ ഗ്രേഡ് മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ നോട്ട് പാസ്, നിങ്ങൾ പാസ്സല്ല അവിടെ. മനസ്സിലായല്ലോ? ഇത് പ്രാക്ടിക്കൽ എക്സാമിനും പ്രാക്ടിക്കൽ എക്സാമും സി മാർക്കൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ നിങ്ങൾക്ക് D+ കിട്ടണം. അതായത് തിയറിയിൽ നിങ്ങൾ D+ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിൽ ചിലപ്പോൾ സി ആവാം, അതുപോലെ തന്നെ ഒക്കെ ആവാം. പക്ഷേ എന്തുണ്ട്, നമ്മൾ ഏതിൽ നോക്കുകയാണ് എങ്കിലും നിങ്ങളെ തിയറി എക്സാമിൽ നിങ്ങൾ പാസ്സായിട്ടിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് പാസ് ഗ്രേഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാസ് ഗ്രേഡ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് ഗ്രേഡ്. ഇവിടെ 60നും 80ലും മാർക്കുള്ളത് മിസ് വെറുതെ എഴുതിയതാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് +2 റിസൾട്ട് വന്നിട്ടുണ്ടാവുക ഓൺ 200ലാണ്. പക്ഷേ എങ്കിലും ഞാനിവിടെ വച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് +1ഉം +2ഉം തമ്മിൽ സെപ്പറേറ്റ് നോക്കുന്നുണ്ട് എങ്കിൽ മാത്രം ജസ്റ്റ് പറഞ്ഞതാണ്. ഇപ്പോൾ 16 സബ്ജക്റ്റ് ആണെങ്കിൽ 54 A+, 80ലാണെങ്കിൽ 72 വേണം A+ന്, B+, B അങ്ങനെ ഈ ഒരു ഗ്രേഡ് വേണം. സി മാർക്ക് കൂടി വന്നാൽ നമുക്കിത് 100ലാവും, ഇത് 80ലാവും അല്ലെ? സി മാർക്ക് കൂടി വന്നാൽ അപ്പം അതിൻ്റെ ഗ്രേഡ് വേറെയാണ്. +1ഉം +2ഉം കൂടി ഒരുമിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഗ്രേഡാണ്. അപ്പം നിങ്ങളിപ്പോൾ ശരിക്കും ഏത് നോക്കിയാൽ മാത്രം മതി, ഇത് നോക്കിയാൽ മതി. ഓൺ 200 പെർ സബ്ജക്റ്റ് എത്രയാണ് നമ്മുടെ ഗ്രേഡ്? 180 200 ആണെങ്കിൽ A+ ആണ്, 160 179 വരെ A ആണ്, 159 വരെ B+ ആണ്. ഇതിൽ ഒരു മാർക്കിനൊക്കെ A+ പോയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിൽക്കും. ഒരു സബ്ജക്റ്റിൽ കറക്റ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരു മാർക്കിനെ ആ കുട്ടിക്ക് A+ പോയി നമ്മൾ പറയാറില്ലേ, അതിതാണ് സംഭവം. പിന്നെ നെക്സ്റ്റ് അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ സി മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ 20 മാർക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രേഡുകളിൽ വ്യത്യാസം വരും. ഗ്രേഡുകളിൽ വ്യത്യാസം വരുന്നത് സി മാർക്കിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അല്ലാതെ സി മാർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പാസ്സാവില്ല. അപ്പോൾ ഇതാണ് ഗ്രേഡ്. നിങ്ങൾ എല്ലാവരും നോക്കുക, ഗ്രേഡിൽ വ്യത്യാസം ഉണ്ടോ നോക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് 200 നിങ്ങളിപ്പോൾ നോക്കിയാൽ മതിയാവും. ദെൻ ഇനി സി മാർക്ക് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സി മാർക്ക് കൊണ്ട് ഒരിക്കലും ഒരാൾ പാസ്സാവില്ല, നോട്ട് പാസ്. അത് ശരിക്കും പറയാണ്, നിങ്ങൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയറി എക്സാമിൽ നിങ്ങൾക്ക് 30% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രാക്ടിക്കൽ എക്സാം ആയാലും സി മാർക്ക് ആയാലും ഇത് രണ്ടിലും മാർക്ക് നിങ്ങൾക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100ൽ 70 മതി, 100ൽ 80 മതി A+ന്. അപ്പോൾ നിങ്ങൾ 72 മതി 80ൽ A+ന്. അതിൽ 70 വാങ്ങിയാലും ബാക്കി നിങ്ങൾക്ക് സി മാർക്ക് 20 മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ A+ കിട്ടും. സോറി 90 A+ കിട്ടും. അപ്പോൾ ഈ ഗ്രേഡ് വ്യത്യാസത്തിനാണ് നമുക്ക് ഈ സി മാർക്കുകളും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും ഹെൽപ്പ് ചെയ്യുക. ജയിക്കാനായിട്ട് ഒരിക്കലും സി മാർക്ക് കൊണ്ട് നിങ്ങൾ ജയിക്കില്ല. അപ്പോൾ സി മാർക്ക് 20 കിട്ടി, നിങ്ങൾക്കൊരു 1-2 മാർക്ക് തിയറി എഴുതി കിട്ടി, എങ്ങനെ നിങ്ങൾ പാസ്സാവും? അപ്പോൾ നിങ്ങൾക്ക് പാസ്സാവാൻ 30% നമ്മളെ തിയറി എക്സാമിന് നിർബന്ധമാണ്. ഒന്നെങ്കിൽ 18 അല്ലെങ്കിൽ 24. 18 on 16 ആണ്, 24 on 18 ആണ്. അത് നന്നായി നോക്കാം. ഇനി എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ടോട്ടൽ കിട്ടിയത് ഓൺ 200, 2 വർഷത്തെ മാർക്കും കൂടെ കൂട്ടാം. അതായത് +1ലും +2ലും ഗ്രാൻഡ് ടോട്ടലാണ് ഇവിടെ എടുക്കേണ്ടത്. ഗ്രാൻഡ് ടോട്ടൽ കൂട്ടിയ ശേഷം ആ മാർക്ക് ഒബ്റ്റെയിൻ ഡിവൈഡഡ് ബൈ 1/200 into പെർസെൻറ്റേജ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് 1138 ആണ് കിട്ടിയത് എങ്കിൽ 2 കൊല്ലത്തെ +1ഉം +2ഉം കൂടി കൂട്ടിയിട്ട് അത്ര കിട്ടിയെങ്കിൽ ഡിവൈഡഡ് ബൈ 1200 into 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. കണ്ടോ, 94% കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ ഈ റിസൾട്ടിൽ
നിങ്ങൾക്ക് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. കണ്ടോ, ഫസ്റ്റ് ഇയറിലെ മാർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്, സെക്കൻഡ് ഇയറിലെ മാർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ദെൻ ഗ്രാൻഡ് ടോട്ടൽ, ഇത് ഫോർ എക്സാമ്പിൾ ആണ് മിസ് തന്നിരിക്കുന്നത്. ഇതൊരു ഫൈനൽ എന്താ പറയുക മാർക്ക് ലിസ്റ്റ് ആണ്, ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 2 റിസൾട്ട് ഇതേപോലെയാണ് വരിക. നിങ്ങളുടെ റിസൾട്ട് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ സി മാർക്ക് എല്ലാം 20 ഉണ്ട്. 80 പരീക്ഷയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇത് ഒക്കെ 80 മാർക്കാണ്. അത് പിന്നീട് 100 ടോട്ടൽ ചെയ്യുന്നു. ആ ടോട്ടൽ മാർക്കാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പം +1 മാർക്കുകൾ നമുക്കിവിടെ കിട്ടി. ദെൻ സെക്കൻഡ് ഇയറിൽ ഇപ്പം നോക്കി, ഇവിടെ ഇതിൽ ഫസ്റ്റ് ഇയറിൽ ആ കുട്ടിക്ക് എല്ലാത്തിലും A+ ഉണ്ട്. കണ്ടോ, A+, 94, 100, 92, 76 ഓൺ 80 ആണ്, 97 ഇതും 80 ആണ്. +2 വന്നപ്പോൾ നോക്കിയാൽ നമുക്ക് ഇംഗ്ലീഷിൽ 82 ആയിട്ട് പറഞ്ഞു. പക്ഷെ 94 വാങ്ങിയിട്ടുണ്ട്. പക്ഷെ 94ന്റെ 4 മാർക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താലും എന്തായില്ല, 180 ആയില്ല, 176 ബാക്കിയെല്ലാം 180 എബവ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ A+ പോയത്. പക്ഷെ ഫസ്റ്റ് ഇയറിലെ കൂടുതൽ വാങ്ങിയിട്ടും എന്തുണ്ടായില്ല, കാര്യം ഉണ്ടായില്ല ഇംഗ്ലീഷിൽ. കണ്ടോ, പക്ഷേ ഇംഗ്ലീഷിൽ എന്തെങ്കിലും മേ ബി നമുക്ക് ഇവാലുവേഷൻ എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കാം. ഇപ്പം മലയാളം അതുപോലെ തന്നെ എല്ലാത്തിലും ഇതൊക്കെ കണ്ടോ 119, 120 മാർക്കാണ്. അതായത് സി മാർക്ക് പ്രാക്ടിക്കൽ, ഇത് 60 അക്കൗണ്ടൻസി എക്സാം ആണ്. അപ്പോൾ 119. ദെൻ ഇക്കണോമിക്സ് അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും മറ്റേ 2 മാർക്കും ഉണ്ട്. അതായത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, സി മാർക്ക് ഉണ്ട്, അതുപോലെ എഴുതിയുള്ള പരീക്ഷ ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 സെക്ഷനായിട്ട്. പിന്നെ അത് ഗ്രാൻഡ് ടോട്ടൽ, നിങ്ങൾ ഇതാണ് ടോട്ടൽ ചെയ്യേണ്ടത്. ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 1200 × 100 ചെയ്താലാണ് പെർസെൻറ്റേജ് കിട്ടുക. ദെൻ നമുക്ക് ഇപ്പുറത്ത് എന്തുണ്ടാവും, ഗ്രേഡ് ഉണ്ടായിരിക്കും. മിനിമം D+ എങ്കിലും വേണം ഒരു കുട്ടി എല്ലാ സബ്ജക്റ്റിലും പാസ്സാവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ റിസൾട്ടിൽ ശ്രദ്ധിക്കുക. റിസൾട്ടിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പ്രത്യേകം നോക്കാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. ഇതൊന്നും പോരാതെ തോറ്റ സ്റ്റുഡൻസിനൊന്നും വിഷമിക്കേണ്ട. തോറ്റ സ്റ്റുഡൻസിന് വേണ്ടി നമ്മളൊരു എക്സാം ബാച്ച് തുടങ്ങുന്നുണ്ട്. ലാസ്റ്റ് ചാൻസ് ആയിട്ട് നമുക്കൊന്ന് ഒരുമിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.